തിരുവനന്തപുരത്ത് BJP ഭരണം ഉറപ്പിക്കുകയാണ്. അപ്പോൾ അതിനൊരു മുന്നോടിയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഗുജറാത്താണ്. ഗുജറാത്തിൽ അഹമ്മദാബാദിൽ ഭരണം ഉറപ്പിച്ചതിന് ശേഷമാണ് ഗുജറാത്ത് ഭരണം BJP പിടിക്കുന്നത്. അത്തരത്തിൽ തന്നെ ആയിരിക്കുമോ കേരള ഭരണത്തിലേക്കുള്ള ഒരു വരവിൻ്റെ സൂചനയാകുമോ ഇപ്പോൾ മേയർ സ്ഥാനം ഉറപ്പിക്കുന്നതിലൂടെ BJP മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം? അത് തീർച്ചയായിട്ടും ഈ അഹമ്മദാബാദായിട്ട് താരതമ്യത്തിന്റെ ആവശ്യമില്ലെങ്കിലും വളരെ സാധ്യത കൂടുതൽ അതിനാണ്. കാരണം അഹമ്മദാബാദിലെ BJPക്ക് ആദ്യം മുനിസിപ്പൽ കോർപ്പറേഷൻ ഭരണം BJP അധികാരത്തിലെത്തി. അത് അവിടെ മാത്രമല്ല, ഇന്ത്യയിലെ ഒട്ടുക്കുമുള്ള എല്ലാ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളും അങ്ങനെ തന്നെ BJP ഉണ്ടായിരുന്നു. ഇപ്പോൾ ഡൽഹി സംസ്ഥാനം പിടിക്കുന്നതിന് വേണ്ടി BJP ആദ്യം വന്നത് അവിടുത്തെ മെട്രോപൊളിറ്റൻ കൗൺസിലാണ്. എൻ്റെ ഓർമ്മ 1967 1967 അവിടെയാണ് BJP ജയിച്ചത്. അന്ന് LK അദ്വാനി ആയിരുന്നു എൻ്റെ മെട്രോപൊളിറ്റൻ്റെ അന്നത്തെ മേയർ, അദ്ദേഹമായിരുന്നു. അങ്ങനെയുള്ളൊരു പാർട്ടിയാണ്. അത് മിക്കവാറും എല്ലാ സ്ഥലങ്ങളും പ്രദേശങ്ങളിലാണ് ആദ്യ അധികാരത്തിലെത്തുക. കാരണം നഗരത്തിലെത്തുന്നതിന് പല കാരണങ്ങളുണ്ട്. കാരണം നഗരം നമ്മുടെ ഗ്രാമങ്ങളെക്കാൾ വളരെ വ്യത്യസ്തമാണ്. കേരളത്തിൽ അങ്ങനെ അല്ലെങ്കിലും എന്നാലും മിക്കവാറും കാരണം ഇപ്പോൾ ഈ കേരളം അടക്കമുള്ള ഒരു സ്ഥലത്തും ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെ ഇലക്ഷൻ രണ്ട് തരത്തിലാണ്. നഗരങ്ങളിൽ ഒരു പരിധിവരേക്കും ഒരു അസംബ്ലി ഇലക്ഷൻ്റെ പ്രതീകം തന്നെയാണ് ഈ പറയുന്ന ലോക്കൽ ബോഡി ഇലക്ഷൻസ് ഒക്കെ അങ്ങനെ തന്നെയാണ്. അതൊരിക്കലും നമ്മൾ സാധാരണ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായിട്ട് താരതമ്യപ്പെടുത്താൻ സാധ്യമല്ല. കാരണം ഒരു ഡിവിഷനകത്ത് 5000, 6000 തുടങ്ങിയിട്ട് 10000 വരെ വോട്ടുകൾ ഒരു ഡിവിഷനിലുണ്ട്. ആ തരത്തിൽപ്പെട്ട ആളുകൾ അവർ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ജനപ്രീതിയുള്ള, ജനങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന ആളുകൾ ഇലക്ഷനിൽ നിന്ന് മത്സരിക്കുന്ന സമയത്താണ് അവർ ജയിക്കുക. എന്ന് മാത്രമല്ല, അതിനകത്തൊരു വിദ്യാഭ്യാസം ഘടകമാണ്. ഈ തരത്തിൽ ഘടകങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് പ്രധാനപ്പെട്ട പട്ടണങ്ങളിലെല്ലാം തന്നെയാണ് ആദ്യമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലെത്തിയിട്ടുള്ളത്. അത് ഡൽഹിയിലായാലും കൊള്ളാം, ഗോളിയറിലായാലും കൊള്ളാം, ലക്നൌവിലായാലും കൊള്ളാം, അഹമ്മദാബാദിലായാലും കൊള്ളാം, ഡൽഹിയിലായാലും കൊള്ളാം, ബാംഗ്ലൂരിലാണെങ്കിൽ എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് സംസ്ഥാനത്തിൻ്റെ ഭരണം കിട്ടുക. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോർപ്പറേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ സംശയമൊന്നുമില്ല, തിരുവനന്തപുരം തന്നെയാണ്. ആ തിരുവനന്തപുരം പട്ടണം അതിൻ്റെ കോർപ്പറേഷൻ്റെ ഭരണം BJPക്ക് ലഭിക്കുന്നത് ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് VV രാജേഷിന് മേയറായിട്ട് പ്രഖ്യാപിച്ചു എന്നാണ്. അതെ, അത് ഏറ്റവും നല്ല രാഷ്ട്രീയ തീരുമാനം തന്നെയാണത്. ഇത്തരം രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് തന്നെയാണ്, ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി മുമ്പോട്ട് പോയിട്ടുള്ളത്. പക്ഷെ പലപ്പോഴായിട്ട് ഇപ്പൊ മീഡിയ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പേര് എന്ന് പറയുന്നത് R ശ്രീലേഖയാണ്. പക്ഷെ ഞാനും കരുതിയിരുന്നു, കാരണം എന്താ പറയാ, ഉദ്യോഗസ്ഥ തലത്തിൽ അവർ വളരെ പ്രാഗൽഭ്യം തെളിയിച്ച ഒരാളാണെങ്കിൽ പോലും ഒരു ഭരണം ഏൽപ്പിക്കുമ്പോൾ BJPക്ക് കൃത്യമായ കാഴ്ചപ്പാടുകളുണ്ട്, ഇത് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതിലൊക്കെ. അപ്പം ഞാനും വിചാരിച്ചിരുന്നത് VV രാജേഷ് വരുമെന്നാണ്. പക്ഷെ പറഞ്ഞുകൊണ്ടിരുന്നത് മുഴുവനും R ശ്രീലേഖയുടെ പേരാണ്. അത് നമ്മൾ ഈ മാധ്യമങ്ങൾ ധരിക്കുന്ന പോലെ അല്ല BJP. അൺപ്രഡിക്റ്റബിൾ മീൻസ് BJP പ്രഡിക്റ്റബിൾ ആണ്. പക്ഷെ മാധ്യമങ്ങളുടെ ചിന്താധാര പലപ്പോഴും ഇപ്പം കാണുന്നതിന് അപ്പാന്ന് വിളിക്കുന്ന ഏർപ്പാടാണ്. എന്ന് വെച്ചാൽ മാധ്യമങ്ങൾക്ക് കൃത്യമായുള്ള നയങ്ങളില്ല. അതുകൊണ്ട് അവർ ഒരു വരയൊക്കെ വരച്ചിട്ട് ആ വരയിൽ കൂടി എല്ലാവരും സഞ്ചരിക്കുന്നത് തീരുമാനിക്കുകയാണ്. ഇപ്പോൾ കൊച്ചിൻ കോർപ്പറേഷനിലെ അവരങ്ങ് തീരുമാനിച്ചു, അതേപോലെ കേരളത്തിലെല്ലാ കോഴിക്കോട് അവരങ്ങ് തീരുമാനിച്ച്. ഇവർ തീരുമാനമല്ല നടപ്പിൽ വരിക. ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് ആ രാഷ്ട്രീയ പാർട്ടിക്ക് അടുത്ത 5 വർഷക്കാലത്തോളം തുടർച്ചയ്ക്ക് വേണ്ടിയിട്ട് അടുത്ത സംസ്ഥാന ഭരണം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായുള്ള പരിപാടികളാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ അനുവർത്തിക്കുക. മറിച്ച് മാധ്യമങ്ങൾ അങ്ങനെയല്ല. മാധ്യമങ്ങൾക്ക് വാർത്താ പ്രാധാന്യം ലഭിക്കുന്ന ഏതാണോ ആ കാര്യങ്ങൾക്കാണ് അവർ പ്രാധാന്യം കൊടുക്കുക. അവർ ക്രിയേറ്റഡ് ന്യൂസാണത്. ഇത് വളരെ ക്രിയേറ്റഡ് ന്യൂസാണ്. ഈ പറയുന്ന ക്രിയേറ്റഡ് ന്യൂസിന്റെ ഭാഗമാകാനായിട്ട് ഒരിക്കലും ഒരു അംഗീകൃത രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് സാധ്യമല്ല. തിരുവനന്തപുരം സംഭവിച്ചു അതാണ്. കാര്യം ഇപ്പോൾ ശ്രീലേഖ IPS എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മികച്ച ഉദ്യോഗസ്ഥയായിരുന്നു. സംശയം ആരും സംബന്ധിച്ചില്ല, വളരെ മികച്ച ഉദ്യോഗസ്ഥയായിരുന്നു. ഇതുകൊണ്ട് മാധ്യമങ്ങൾ അങ്ങനെ പറയാൻ പാടില്ലല്ലോ, മാധ്യമങ്ങൾ തീരുമാനിക്കാൻ പാടില്ലല്ലോ. മാധ്യമങ്ങളല്ലല്ലോ തീരുമാനിക്കേണ്ടത്. ഈ രാഷ്ട്രീയത്തിന്റെ പലപ്പോഴും മാധ്യമങ്ങൾ തീരുമാനിക്കാറുണ്ട്. പാർട്ടി സംസ്ഥാന അധ്യക്ഷനായിട്ട് ഓൾ ഇന്ത്യ പ്രസിഡന്റ് ഇന്നാളെന്നൊക്കെ പറയാറുണ്ട്. BJPയുടെ ഇപ്പോഴത്തെ ഓൾ ഇന്ത്യ പ്രസിഡന്റ് ആയിട്ടുള്ള ബീഹാറിൽ നിന്നുള്ള അദ്ദേഹത്തിനെ എങ്ങനെ BJPക്ക് തീരുമാനിക്കാം? ഇവിടെ മാധ്യമങ്ങൾക്ക് എങ്ങനെയാ? മാധ്യമങ്ങൾക്ക് ഈ പറയുന്ന ആളെ അറിയില്ല. മാധ്യമങ്ങൾ പഠിക്കാത്ത കൊണ്ട്, മാധ്യമങ്ങൾ മനസ്സിലാക്കാത്ത ആളുകളെ കൊണ്ടുവന്ന് പാർട്ടിയുടെ മുമ്പിൽ വെച്ചിട്ട് അവരാണ് നേതൃത്വത്തിലുള്ളതെന്ന് പറയാനായിട്ടുള്ളൊരു കരുത്ത്, ചങ്കൂറ്റം കെൽപ്പത് BJP സംബന്ധിച്ചുണ്ട്. സത്യത്തിൽ അത് BJPയെ സംബന്ധിച്ച് അൺപ്രഡിക്റ്റബിൾ എന്ന് പറയുന്നത് ശരി തന്നെയല്ല. ഈ അൺപ്രഡിക്റ്റബിൾ വരുന്നത് നിങ്ങൾ പ്രിഡിക്റ്റ് ചെയ്യാൻ പോയതിന്റെ പേരിലുള്ള പ്രശ്നമാണ്.
നിങ്ങൾ പ്രിഡിക്റ്റ് ചെയ്യുന്ന സമയത്ത് പ്രിഡിക്റ്റ് ചെയ്യുന്ന ആളുകൾ കൃത്യമായിട്ട് ഇന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയെ സംബന്ധിച്ച് രാഷ്ട്രീയ ധാരണകളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു സങ്കല്പം ഉണ്ടാവണം കൃത്യമായിട്ട്. ഈ സങ്കല്പമൊന്നുമില്ല. അവർ വളരെ പെട്ടെന്ന് തോന്നുന്ന മാതിരി പറയുകയാണ് ഇന്നിപ്പോൾ ഇന്നാൾ പ്രസിഡന്റ് ആവാൻ സാധ്യതയുണ്ട്, ഇന്നലെ മറ്റേ LK അദ്വാനി ഉണ്ടായിരുന്നു, അതിനുമുമ്പ് വാജ്പേയി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വേറെ ആളുണ്ടായിരുന്നു, ആ ആളുടെ തുടർച്ചയായിട്ട് ഇന്നാൾ വരും എന്നൊക്കെ മാധ്യമങ്ങൾ കയറി തീരുമാനിക്കുകയാണ്. അതല്ല രാഷ്ട്രീയം. ഈ രാഷ്ട്രീയത്തിൻ്റെ ഇത്തരം കാര്യങ്ങളിൽ ഒരുപാട് വ്യത്യാസം എല്ലാ സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. ഇത് തന്നെയാണ് ഇവിടെ നടപ്പിൽ വന്നിട്ടുള്ളത്. അങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾ തീരുമാനിക്കുന്ന പോലെ അല്ലെങ്കിൽ മാധ്യമങ്ങൾ തീരുമാനിക്കുന്ന പോലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് തീരുമാനിക്കാൻ സാധ്യമല്ല. ഉദാഹരണം പറഞ്ഞാൽ തിരുവനന്തപുരം പോലെയുള്ളൊരു ഒരു കോർപ്പറേഷനെ സംബന്ധിച്ച് ആ കോർപ്പറേഷൻ്റെ സമഗ്രമായിട്ടുള്ള വികസനം നാളെ ഭാരതീയ ജനതാ പാർട്ടിയുടെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഒരു വലിയൊരു തുരുപ്പിച്ചീട്ടാണ് ഈ സാധനം. എന്ന് മാത്രമല്ല, അത് മറ്റ് ജില്ലകളിലേക്ക് ഇതിൻ്റെ വ്യാപനത്തിൻ്റെ ഏറ്റവും വലിയൊരു പങ്ക് വഹിക്കുന്നത് ഈ കോർപ്പറേഷൻ്റെ ഭരണമാണ്. അങ്ങനെയുള്ള കോർപ്പറേഷൻ്റെ ഭരണത്തിൻ്റെ ആസൂത്രിതമായിട്ട് നടപ്പിൽ വരുത്താൻ സാധിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർക്കാണ്. ആ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പ്രവൃത്തി പരിചയത്തിൻ്റെ പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്തലാണ് അവിടെ നടക്കുക. ഇതിനാണ് അഹമ്മദാബാദിൽ നടന്നത്, അതിനായിരുന്നു ഇവിടെ ഡൽഹിയിൽ നടന്നത്, അതിനായിരുന്നു ലക്നൌവിൽ നടന്നത്, അതിനായിരുന്നു ഭോപ്പാലും ഇൻഡോറിലും നടന്നത് തന്നെയായിരുന്നു, അത് തന്നെയായിരുന്നു ബോംബെയിൽ നടന്നത് തന്നെയാണ്. ഈ തരം കാര്യങ്ങൾ ആസൂത്രിതമായിട്ട് നടപ്പിൽ വരുന്ന സമയത്താണ് ഒരു പാർട്ടിക്ക് അധികാരത്തിലെത്താൻ വേണ്ടി സാധിക്കുക. അതല്ലാതെ കണ്ട് പാർട്ടി മാധ്യമങ്ങൾ പറഞ്ഞു മുഴുവൻ അവരുടെ പേരാ പറഞ്ഞത്, അതുകൊണ്ട് അവരെ ആക്കണമെന്ന് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചും തീരുമാനിക്കാൻ സാധ്യമല്ല. അപ്പം മാധ്യമങ്ങളുടെ പലപ്പോഴും അവർ കൊച്ചു മനസ്സിൽ തോന്നുന്ന ചില കാര്യങ്ങൾ അവർ പറയുന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്ത് അവർ വിഷയങ്ങളെ പഠിക്കാനോ ചരിത്രബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യാനോ അവരെ സംബന്ധിച്ച് സാധ്യമല്ല. ആ സാധ്യമല്ലാത്തത് കൊണ്ട് അവർ ചില പേരുകൾ പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ പേരുകൾ ഒരു അംഗീകൃത രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് അംഗീകരിക്കാൻ സാധ്യമല്ല. ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് വരുന്നുണ്ട്. തിരുവനന്തപുരം പട്ടണത്തിൻ്റെ സമഗ്രമായിട്ട് വികസനം ഏകദേശം 35 കൊല്ലത്തോളം അവിടെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചത്. അവസാനം അവരിങ്ങനെ ഭരണം അങ്ങനെ മാറി മാറി വന്നിട്ട് അവസാന കാലത്ത് ഒരു പ്രായം കുറഞ്ഞൊരു പെൺകുട്ടിയെ കൊണ്ടാക്കി. എന്തിനു വേണ്ടിയിട്ടാണ്? അവർ നേതാക്കന്മാരുടെ അഴിമതിക്ക് വേണ്ടിയിട്ട്, അഴിമതി പ്രവൃത്തി പഥത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന കുട്ടിയെ മുൻനിർത്തി കാര്യങ്ങൾ ചെയ്യുന്നു. പരിചയമില്ലാത്തൊരു കുട്ടിയെ കൊണ്ട് ആ കുട്ടിക്ക് വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് മുനിസിപ്പൽ കൗൺസിലർ ആവുകയാണ്, കോർപ്പറേഷൻ കൗൺസിലർ ആവുകയാണ്, അത് കഴിഞ്ഞിട്ട് അവർ മേയർ ആവുകയാണ്. യാതൊരു പ്രവൃത്തി പരിചയം അവരെ സംബന്ധിച്ചില്ല, രാഷ്ട്രീയ പാരമ്പര്യം അവരെ സംബന്ധിച്ചില്ല. അവരെ ഒരുപക്ഷെ ജനിച്ചിട്ടുള്ള ഏതെങ്കിലും രാഷ്ട്രീയ കുടുംബത്തിലായിരിക്കാം. അതിൻ്റെയൊക്കെ അപ്പുറത്ത് അവർക്ക് നേരിട്ട് ചെയ്ത് പരിചയം രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങളില്ല. അത്തരം ചില ആളുകളെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം ഈ കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടിയോറ് മാന്തിക്കുക എന്നൊക്കെ പറയും. ഈ പറയുന്ന രീതിയിൽ അവരെ കൊണ്ട് ചില കൊള്ളരായ്മകളൊക്കെ ചെയ്യിച്ചിട്ട്, അവരെ കൊണ്ട് ചില അഴിമതികളൊക്കെ ചെയ്യിച്ചിട്ട് ആ അഴിമതിയുടെ പണം കൈപ്പറ്റാൻ വേണ്ടിയിട്ട് മുതിർന്ന ചില ആളുകളുടെ കുൽസിത പ്രവർത്തനം മാത്രമായിരുന്നു കഴിഞ്ഞ കോർപ്പറേഷൻ ഭരണത്തിലുണ്ടായിരുന്നത്. ഇപ്പോൾ VV രാജേഷിനെ മേയർ ആക്കിയിട്ടുണ്ട്. എന്തായാലും മോദി പോലും 3 തവണ ട്വീറ്റ് ചെയ്ത ഒരു വിജയമായിരുന്നു തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടുള്ളത്. മോദി വരുമെന്നും പറയുന്നുണ്ട്. വളരെ സന്തോഷമുള്ള ഒരു കാര്യം കൂടിയാണ്. എന്തൊക്കെയായിരിക്കും വലിയ രീതിയിലുള്ള പദ്ധതികൾ എന്തായാലും ഈ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ട് BJP അവിടെ ചെയ്യാൻ സാധ്യതയുണ്ടോ? എനിക്ക് തോന്നുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഒന്നും ചെയ്യാൻ സാധ്യതയില്ല. മറിച്ച് തിരുവനന്തപുരം പട്ടണത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്ന കാര്യത്തിന് സംശയമില്ല. അതെല്ലാ സ്ഥലത്തും അങ്ങനെയാണ്. നമ്മളിന്ന് അഹമ്മദാബാദിൽ പോയി നോക്ക്. അഹമ്മദാബാദിൻ്റെ അതിഗംഭീരമായിട്ടുള്ള വളർച്ച വലിയൊരു എക്സാമ്പിളാണ് ഇക്കാര്യത്തിൽ. ലക്നൌവിൻ്റെ വളർച്ച, ഒരു സമയത്ത് ഇന്ത്യയിൽ ഏറ്റവും മലീമസമായിരുന്ന പട്ടണമാണ് ലക്നൗ. ആ ലക്നൗ എന്ന് പറയുന്ന സ്ഥലം ഇന്ന് ഇന്ത്യയിലെ 2nd ക്ലീനസ്റ്റ് സിറ്റിയാണ്. ഇന്ത്യയിൽ ഏറ്റവും ക്ലീനസ്റ്റ് സിറ്റി എന്ന് പറഞ്ഞാൽ ഇൻഡോറാണ്. ആ ഇൻഡോറിൻ്റെ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഭരണം ഒരു മലയാളിയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ഒരു മലയാളിയാണ് അവിടെ സെക്രട്ടറി ഉള്ളത്. ആ പറയുന്ന ഇൻഡോറാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ലീനസ്റ്റ് സിറ്റി ഉള്ളത്. സിംല അതുപോലെ തന്നെയാണ്. അങ്ങനെ ഭാരതത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള പ്രധാനപ്പെട്ട എല്ലാ പട്ടണങ്ങളിലെയും ചുക്കാൻ പിടിക്കുന്നത് മലയാളികളുമാണ്. ഈ പറയുന്ന സ്ഥലത്ത് ഭാരതീയ ജനതാ പാർട്ടിയാണ് ഭരണത്തിലുള്ളത്. അവിടെ കൃത്യമായിട്ട് വികസിതമായിരിക്കുന്ന ഒരു പട്ടണത്തെ രൂപപ്പെടുത്തി എടുക്കുന്ന കാര്യത്തിൽ ബദ്ധശ്രദ്ധരാണ് BJP. അത് നടപ്പിൽ വരുത്താൻ വേണ്ടിയിട്ട് VV രാജേഷിൻ്റെ നേതൃത്വത്തിലുള്ള ഈ സമിതിക്ക് സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് തെരഞ്ഞെടുപ്പായിട്ട് യാതൊരു ബന്ധവുമില്ല. ആ തെരഞ്ഞെടുപ്പിന് എങ്ങനെ അധികാരത്തിലെത്താമെന്നൊക്കെ അത് BJPക്ക് കൃത്യമായിട്ട് ധാരണയുണ്ട്. അത് വീട് വീടാന്തരം കയറി ഇറങ്ങിയുള്ള പ്രവർത്തനം കൊണ്ട് അതവർ സ്വായത്തമാക്കുകയും ചെയ്യും. മറിച്ച് കൃത്യമായിട്ട് ജനങ്ങളുടെ മുമ്പാകെ ഉത്തമമായിട്ട് ദൃഷ്ടാന്തമായിട്ട് അവിടെ തിരുവനന്തപുരത്തെ ഭരണം, നമ്മൾ നേരത്തെ പറഞ്ഞില്ല ഗുജറാത്ത് മോഡൽ എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള ഒരു തിരുവനന്തപുരം മോഡൽ തിരുവനന്തപുരത്ത് അവതരിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ എന്നെ സംബന്ധിച്ച് യാതൊരു സംശയമില്ല.